السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويل لكل همزة لمزة يا ربي بالمصطفى بلغ مقاصدنا واغفر لنا أمام الله يا واسع الكرم. وعلى أمة سيدنا ومولانا محمد. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഒരുമിച്ച് കൂടലും പിരിയലും അവന്റെ പൊരുത്തത്തിലുള്ള ഒരു സൽക്കർമ്മമായി നമ്മളിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. എല്ലാ ആഴ്ചയും മുടങ്ങാതെ ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സഹോദരന്മാർ, സഹോദരികൾ, കുട്ടികൾ, പ്രായമുള്ളവർ, അല്ലാഹു അവർക്കൊക്കെ പരലോകത്ത് ഉദാത്തമായ ഒരു പ്രതിഫലം നൽകുന്ന കർമ്മമായി ഈ സംഗമത്തെ നീ മാറ്റി മാറ്റണേ റഹ്മാനെ. ദുനിയാവിലും ഈ സംഗമിക്കുന്നത് കൊണ്ട്, ക്ലാസ്സിൽ പങ്കെടുക്കുന്നത് കൊണ്ട് ഒരുപാട് ഖൈറാത്തുകൾ അവർക്കെല്ലാം നീ പ്രദാനം നൽകണേ റഹ്മാനെ. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഞങ്ങളുടെ ഈ ക്ലാസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്ന സഹോദരങ്ങൾ, സഹോദരിമാർ മരണപ്പെട്ടു പോയവരുണ്ട്. അല്ലാഹുവേ അവർക്കൊക്കെ നീ മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ. ഈ പള്ളിക്ക് ചുറ്റും മറവിട്ട് കിടക്കുന്ന മുഅ്മിനീങ്ങൾക്ക് നീ മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ. സുഖമില്ലാതെ വീടുകളിലും ഹോസ്പിറ്റലുകളിലും കഴിയുന്നവരുണ്ട്, അവരുടെ രോഗങ്ങളെ നീ ശിഫയാക്കണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് നാവ് കൊണ്ടുള്ള വിപത്തുകളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതുവരെ നമ്മൾ പറഞ്ഞതായ ഭാഗങ്ങൾ അത് തെറ്റായ കാര്യങ്ങൾ തന്നെയാണ്. ഇനി നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അതീവ ഗൗരവമുള്ള വിശുദ്ധ ഖുർആനും ഹദീസുകളും വളരെ ഗൗരവത്തോടുകൂടെ താക്കീത് ചെയ്ത നാവ് കൊണ്ടുള്ള വിപത്തുകളെ കുറിച്ചാണ്. ഇൻഷാ അല്ലാഹ് അതിൽ ഒന്നാമതായി ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നത്, ഒന്നാമതായി എന്നല്ല, പറഞ്ഞു വരുന്നതിന്റെ തുടർച്ചയായി ആദ്യം കുറച്ചൊക്കെ ഗൗരവം കുറഞ്ഞത് ആദ്യം, പിന്നീട് അതിനേക്കാൾ കൂടിയത്, പിന്നീട് അതിനേക്കാൾ കൂടിയത്, ആ രീതിയിലാണ് മഹാനവറുകൾ ഇതിനെ ക്രോഡീകരിച്ചിട്ടുള്ളത്. ഇതിൽ പറയുന്ന ഭാഗം ഗീബത്തിനെ കുറിച്ചാണ്, പരദൂഷണത്തെ കുറിച്ചാണ്. അല്പാൽപമൊക്കെ ഇന്ന് നമ്മൾ ഈ പറയുന്നതിന്റെ ചില ഭാഗങ്ങളൊക്കെ പലപ്പോഴും ചില ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഓർമ്മപ്പെടുത്തിയതായിരിക്കാം. എന്നാലും ഒന്ന് വിശാലമായി കൊണ്ട് ആ വിഷയങ്ങൾ ഒന്ന് ചർച്ച ചെയ്യൽ അത് അനിവാര്യമാണ്. ഇന്ന് പരദൂഷണത്തിന്റെ ഭവിഷ്യത്തിനെ കുറിച്ചും അതിന്റെ ഗൗരവത്തെക്കുറിച്ചും പരലോകത്ത് അത് ചെയ്ത ആളുകൾക്കുള്ള ശിക്ഷയെക്കുറിച്ചും അല്ലാഹു പറഞ്ഞ ആയത്തുകളും നബിതങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നതായ ഹദീസുകളും ചില മഹാന്മാരുടെ ചില ഉദ്ധരണികളുമൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച, തുടർന്നുള്ള ആഴ്ചകളിൽ എന്താണ് ഗീബത്ത്, ഏതൊക്കെ പറഞ്ഞാലാണ് പരദൂഷണമാവുക, അതിൽ നിന്ന് ഇളവ് നൽകപ്പെടുന്നവരാരെങ്കിലും ഉണ്ടോ എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്ന് അല്ലാഹു തആല ഖുർആനിലൂടെ ഇതിനെ സൂചിപ്പിച്ചതായ കുറച്ച് ആയത്തുകൾ, നബിതങ്ങളെ സൂചിപ്പിച്ചതായ ഹദീസുകൾ, അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ സൂചിപ്പിക്കുകയാണ്. വളരെ വിശാലമായിട്ടുള്ള ഒരു ആയത്തിന്റെ ഒരു ഭാഗം, അത് പലപ്പോഴും അതിന്റെ അപ്പുറപ്പുറമൊക്കെ നമ്മൾ വിശദീകരിച്ചത് കൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല. നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട ആ ഭാഗം മാത്രം വിശുദ്ധ ഖുർആനിൽ നിന്നെടുത്ത് ഞാൻ ഉദ്ധരിക്കുകയാണ്. സൂറത്തുൽ ഹുജറാത്തിലൂടെ അല്ലാഹു പറയുന്നു, ولا يغتب بعضكم بعضا
അയുഹിബ്ബു അഹദുകും മൻ യഅകുല ലഹ്മ അഖീഹി മൈതൻ ഫകരിഹ്തുമൂ. നിങ്ങളിൽ ചിലർ ചിലരെ പരദൂഷണം പറയരുത്. മരണപ്പെട്ട തന്റെ സഹോദരന്റെ മാംസം തിന്നുന്നത് നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുമോ? ഫകരിഹ്തുമൂ, അത് നിങ്ങൾ വെറുക്കുന്നു എങ്കിൽ അത് പ്രകാരമാണ് ഒരു മനുഷ്യന്റെ പരദൂഷണം പറയൽ എന്ന് വിശുദ്ധ ഖുർആൻ. മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യന്റെ ശരീരം പച്ചക്ക് നമ്മൾ തിന്നൽ, ശവം തിന്നൽ ഇഷ്ടപ്പെടുവോ? ഏതൊരു മനുഷ്യനും അത് തിന്നൂലല്ലോ. എന്നാൽ അതുപോലെയാണ് ഒരു മനുഷ്യനെ പരദൂഷണം പറയൽ എന്ന് വിശുദ്ധ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കുല്ലുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഹറാമുൻ ദമുഹു വമാലുഹു വഇർളുഹു. ഒരു മുഅ്മിനിന് മറ്റൊരു മുഅ്മിനായ മനുഷ്യന്റെ മേൽ ഹറാമായ 3 കാര്യങ്ങളുണ്ട്. ദമുഹു, അവന്റെ രക്തം ഹറാമാണ്, അഥവാ ബലമായി അവനെ ആക്രമിക്കാൻ പാടില്ല. അക്രമത്തെ കുറിച്ചാണ് ഇവിടെ രക്തം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആക്രമിക്കാൻ പാടില്ല, അവന്റെ രക്തം പൊടിപ്പിക്കുന്ന രീതിയിൽ അവൻ ആക്രമിക്കരുത്, അല്ലാത്ത രീതിയിലും ആക്രമിക്കരുത്, അത് ഹറാമാണ്. വമാലുഹു, അവന്റെ സമ്പത്ത് നീ കൈവശപ്പെടുത്തരുത്, അതും ഹറാമാണ്. വഇർളുഹു, അവന്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന കാര്യം ചെയ്യരുത്, അതും ഹറാമാണ്. ഒരു മനുഷ്യനെ നാണം കെടുത്തരുത്. തിന്മകൾ ചെയ്യുകയാണെങ്കിൽ പോലും ആ തിന്മ അദ്ദേഹം ചെയ്യാതിരിക്കാൻ വേണ്ടി അദ്ദേഹത്തോട് ഓർമ്മപ്പെടുത്താം, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി വേറെ ഒരാളോട് ആ വിഷയങ്ങൾ ഓർമ്മിപ്പിക്കാം എന്നതല്ലാതെ അദ്ദേഹത്തെ നാറ്റിക്കുക എന്ന ഉദ്ദേശത്തിൽ ഒരാൾ ചെയ്ത തിന്മ പോലും പരസ്യപ്പെടുത്തരുത് എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസിൽ ബഹുമാനപ്പെട്ട അബൂ ബർസത്ത് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, നബി തങ്ങൾ പറഞ്ഞു, ലാ തഹാസദു, നിങ്ങൾ അസൂയ വെക്കരുത്. വലാ തബാഗളു, നിങ്ങൾ ദേഷ്യം വെക്കരുത് പരസ്പരം. അതേപോലെ വലാ തനാജശു, നിങ്ങൾ പക വെച്ച് നടക്കരുത്. വലാ തനാജശു, അതേപോലെ നിങ്ങൾ കച്ചവടത്തിൽ വഞ്ചിക്കരുത്. വലാ തദാബറു, നിങ്ങൾ പരസ്പരം ശത്രുക്കളായി പിന്തിരിഞ്ഞു പോകരുത്. കൂട്ടുകാരായ ശേഷം നല്ല രീതിയിലായിരുന്നു, നിങ്ങൾ ശത്രുക്കളായി മാറരുത്. വലാ യഗ്തബ് ബഅ്ലുകും ബഅ്ലാ, നിങ്ങൾ ചിലർ മറ്റു ചിലരെ പരദൂഷണം പറയുകയും ചെയ്യരുത്. വകൂനൂ ഇബാദല്ലാഹി ഇഖ്വാന, ജനങ്ങളെ നിങ്ങൾ അല്ലാഹുവിന്റെ ദാസന്മാരാണ്, എല്ലാവരോടും സഹോദര്യത്തോടെ പെരുമാറുക. അല്ലാഹുവിന്റെ അടിമകളായ നമ്മളെല്ലാം സഹോദരന്മാരാകുന്നു എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് ലോകത്തോട് നമുക്ക് പറയാനുള്ള ഒരു വാചകം ഇതാണ്. എത്ര സുന്ദരമായ ആശയമാണ് ഖുർആൻ ഹദീസ് നബി തങ്ങൾ നമ്മളോട് പറഞ്ഞു തരുന്നത്. അസൂയ ഇന്ന് ലോകത്തുള്ള ഒരു സംഭവമാണ്. അതിന്റെ പേരിൽ കൊലപാതകങ്ങൾ നടക്കുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാം അതൊക്കെ. ലോകത്ത് ആദ്യമായി നടന്ന കൊലപാതകം അത് അസൂയയിൽ നിന്ന് ഉടലെടുത്തതാണ്. നമുക്കറിയാലോ, ആദം നബിയുടെ 2 മക്കളായ ഖാബീലും ഹാബീലും. ഖാബീൽ ഹാബീലിനെ കൊന്നു, അസൂയ കാരണം. വിശദീകരിക്കുന്നില്ല. പക കൊണ്ട് നടക്കരുത്. അതേപോലെ കച്ചവടത്തിൽ വഞ്ചിക്കരുത്. ഇന്നിപ്പോ ഒട്ടും ഒരു സുതാര്യമല്ലാത്ത ഒരു മേഖലയായി മാറിയിരിക്കുന്നു കച്ചവടം. കള്ളത്തരം പറയുക, കരിഞ്ചന്ത, നമ്മൾ വാങ്ങുന്ന സാധനം, വിൽക്കുന്ന സാധനം, അതിലൊക്കെ കൃത്രിമങ്ങൾ കാണിക്കുക. ഈ രീതിയിൽ വഞ്ചന നിങ്ങൾ നടത്തരുത്, പരദൂഷണം നിങ്ങൾ പറയരുത്. നിങ്ങളെല്ലാവരും സഹോദരങ്ങളാണ് ജനങ്ങളെ. ലോകത്തുള്ള എല്ലാ മനുഷ്യരും സഹോദരങ്ങളാണ് ജനങ്ങളെ. അതുകൊണ്ട് നിങ്ങൾ ഈ രീതിയിലുള്ള അക്രമപ്രവർത്തനങ്ങളൊന്നും തന്റെ സഹോദരങ്ങളോട് കാണിക്കരുത്. ഇതൊക്കെ നാവുകൊണ്ട് ചെയ്യുന്ന മഹാവിപത്തുകളാണ്. മറ്റൊരു ആയത്ത് ഹദീസിലൂടെ നബി തങ്ങൾ പറയുകയാണ്. അബൂ സഈദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, ഖാലൻ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു, ഇയ്യാകും വൽ ഗീബത, പരദൂഷണം പറയുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണം. കാരണം ഫഇന്നൽ ഗീബത അശദ്ദു മിനസ് സിനാ,
പരദൂഷണം പറയൽ അത് സിനയേക്കാൾ കാഠിന്യമുള്ളതാണ്, വ്യഭിചാരത്തെക്കാൾ കാഠിന്യമുള്ളതാണ്. ഫഇന്ന റജുല ഖദ് യസ്നി വയതൂബ് ഫയതൂബുല്ലാഹു സുബ്ഹാനഹു അലൈഹി. വ്യഭിചാരം നടത്തിയ ഒരു മനുഷ്യൻ ആ ചെയ്തത് തെറ്റായി എന്ന ബോധ്യത്തിൽ നിന്ന് ഇനി ഒരിക്കലും അത് ഞാൻ ചെയ്യില്ല റബ്ബേ എന്ന് അല്ലാഹുവിനോട് കരഞ്ഞു പറഞ്ഞ് കേണപേക്ഷിച്ചാൽ ഒരുപക്ഷെ അല്ലാഹു അവനത് പുറത്തു കൊടുത്തേക്കും. എന്നാൽ വഇന്ന സ്വാഹിബൽ ഗീബത്തി ലാ യുഗ്ഫറു ലഹു ഹത്താ യഗ്ഫിറ ലഹു സ്വാഹിബുഹു. എങ്കിൽ പരദൂഷണം പറഞ്ഞ ഒരു മനുഷ്യനാണെങ്കിൽ ആരെക്കുറിച്ചാണ് നമ്മൾ കുറ്റം പറഞ്ഞത് എങ്കിൽ ആ കുറ്റം പറഞ്ഞ മനുഷ്യൻ ആ ഗീബത്ത് പറഞ്ഞ മനുഷ്യനോട് പുറത്തെങ്കിൽ മാത്രമേ അല്ലാഹു അത് പുറത്തു കൊടുക്കുകയുള്ളൂ എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവുമായിട്ട് നേരിട്ടുള്ള തിന്മയാണെങ്കിൽ അല്ലാഹുവിനോട് നമ്മൾ പൊറുക്കലിനെ തേടിയ അല്ലാഹു പുറത്തു തരും. സൃഷ്ടികളുമായി ബന്ധപ്പെട്ട തിന്മയാണ്. ഉദാഹരണം, എന്നെ ഒരാൾ കുറ്റം പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ മറ്റൊരാളെ കുറ്റം പറഞ്ഞു, അത് ഉള്ളത് തന്നെ ആയിക്കോട്ടെ. ഇങ്ങനെ കുറ്റം പറഞ്ഞാൽ അത് പരദൂഷണമാണ്. ഈ പരദൂഷണം അല്ലാഹു ആ പറഞ്ഞ മനുഷ്യന് പുറത്തു കൊടുക്കണമെങ്കിൽ, എനിക്ക് അല്ലാഹു പുറത്തു തരണമെങ്കിൽ ഞാൻ ആരെ കുറിച്ചാണോ പറഞ്ഞത് അവനോട് ഞാൻ ആദ്യം പൊറുക്കലിനെ തേടണം, മാപ്പ് ചോദിക്കണം. ഞാൻ അറിയാതെ അന്ന് നിങ്ങളെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്, ഞാൻ തെറ്റിദ്ധരിച്ചതാണ്, നിങ്ങൾ എനിക്ക് പുറത്തു തരണം. അദ്ദേഹം പറഞ്ഞു അത് സാരമല്ല എന്ന്. അദ്ദേഹം എനിക്ക് മാപ്പ് തന്നു എങ്കിൽ നീ അല്ലാഹുവിനോട് പറ, എങ്കിലേ അല്ലാഹു നിനക്കത് പുറത്തു തരികയുള്ളൂ. അപ്പൊ നോക്കൂ, നമ്മൾ എത്ര ഗൗരവമുണ്ട്. ഒരാളെ കുറിച്ച് പലതും നമ്മൾ പറഞ്ഞിരിക്കും, അത് നമ്മൾ മറന്നുപോയി കാണും. ചിലപ്പോ നമ്മുടെ ഒരു സ്റ്റാറ്റസ്, നമ്മൾ പറഞ്ഞ കാര്യം അയാളോട് മാപ്പ് ചോദിക്കാൽ പറഞ്ഞ് പൊരുത്തപ്പെടിക്കൽ ഒരു കുറച്ചിലായി കാണും. വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതായിരിക്കും, പിന്നീട് അത് പൊരുത്തപ്പെടിക്കാൻ മനസ്സനുവദിക്കൂല. ഇങ്ങനെയൊക്കെ മനുഷ്യ സഹജമായി വരാം. അദ്ദേഹം മരണപ്പെട്ടു പോകാം, മരണപ്പെട്ടു പോയാൽ അതിനൊക്കെ പരിഹാരമുണ്ട്. എന്നാലും ഇങ്ങനെയൊക്കെയാകുമ്പോ അല്ലാഹുവിനോട് നേരിട്ട് പറഞ്ഞാൽ അല്ലാഹു പുറത്തു തരൂല. അത് ആരെക്കുറിച്ച് പറഞ്ഞോ അവൻ ആദ്യം നമുക്ക് മാപ്പ് തരണം. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത് ഫഇന്നൽ ഗീബത അശദ്ദു മിനസ് സിനാ. സിനയേക്കാൾ കാഠിന്യമുള്ളതാണ് ഗീബത്ത് എന്ന് പറയുന്നത്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. മറ്റൊരു ഹദീസ്, അനസ് റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട് പല സന്ദർഭങ്ങളിൽ. മറർതു ലൈലത ഉസിരിയ ബി അലാ ഖവാമിൻ യഗ്മിശൂന വുജൂഹഹും ബി അൽഫാരിഹി. ഇസ്രായിലിന്റെ രാത്രിയിൽ നബി തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെ നടക്കുമ്പോൾ ചെമ്പിനാലുള്ള നഖങ്ങൾ കൊണ്ട് അവരുടെ മുഖവും നെഞ്ചുമൊക്കെ മാന്തി പിളർത്തുന്ന കുറച്ചാളുകളുടെ ഇടയിലൂടെ ഞാൻ നടന്നുപോയി. ഫഖുൽതു യാ ജിബ്രീൽ, ജിബ്രീലിനോട് ഞാൻ ചോദിച്ചു, മൻ ഹൗലാഇ, ഇത് ആരാണ് ജിബ്രീലേ? ഖാല, നബി തങ്ങൾ പറഞ്ഞു, ഹൗലാഇ അല്ലദീന യഗ്താബൂന നാസ് വയഖഊന ഫീ അറാദിഹിം. അവർ ജനങ്ങളെ പരദൂഷണം പറയുന്നവരായിരുന്നു നബിയേ, ജനങ്ങളെ അഭിമാനം ഹനിക്കുന്നവരായിരുന്നു നബിയേ. അഭിമാനം ഹനിക്കുക എന്ന് ചില വീഡിയോസുകൾ ഇടുമ്പോ അതിന്റെ താഴെ പോയി കമന്റ് ഇടുന്നതായ സഹോദരങ്ങളുണ്ട്, ചെറുപ്പക്കാരുണ്ട്, മുതിർന്നവരുണ്ട്. അശ്ലീല പദപ്രയോഗങ്ങൾ, അവരെ നാറ്റിക്കുന്ന രീതിയിലുള്ളതായ വാക്കുകൾ, ഇങ്ങനെ എഴുത്തിലൂടെയും അല്ലാതെയും ഒക്കെ ഒരു മനുഷ്യന്റെ അഭിമാനത്തെ നഷ്ടപ്പെടുത്തി കളയുന്ന വാക്ക് പ്രവൃത്തികൾ നിങ്ങൾ പറയുന്നുണ്ടോ മക്കളെ? എങ്കിൽ അത് പരദൂഷണമാണ്. ആ രീതിയിലുള്ള പരദൂഷണം പറയുകയും മറ്റൊരാളുടെ അഭിമാനത്തെ ഹനിക്കുകയും ചെയ്യുന്ന പ്രവൃത്തികൾ നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ അത് പരലോകത്തവന്റെ രണ്ട് വായുകളിലും പ്രത്യേകമായി നെഞ്ച് ഇരുമ്പിനാൽ ചെമ്പിനാലുള്ള നഖങ്ങൾ അല്ലാഹു കൊടുത്ത് മാന്തി പിളർത്തുന്ന വേദനാജനകമായ ശിക്ഷയായിരിക്കും അവർക്ക് പരലോകത്തുണ്ടാവുക എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഹദീസുകളാണ്, തീർന്നില്ല.
സലീം ബിൻ ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ചെന്നു. എന്നിട്ട് പറഞ്ഞു, നബിയേ, എനിക്ക് പ്രയോജനകരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ എനിക്കങ്ങ് പഠിപ്പിച്ചു തന്നാലും എന്ന് ഞാൻ ഒരിക്കൽ നബി തങ്ങളുടെ അടുക്കൽ പോയി കൊണ്ട് പറഞ്ഞു. ആ സമയത്ത് ഖാല, നബി തങ്ങൾ പറയുകയാണ്, ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ഷൈഅൻ, മോനെ, ഒരു കാര്യങ്ങളിൽ ഒന്നിനെയും നീ നിസ്സാരമായി കൊണ്ട് കാണരുത്. അതൊരു വെള്ളം ആവശ്യപ്പെടുന്നവന്റെ പാത്രത്തിലേക്ക് ആ തൊട്ടിയിൽ നിന്ന് അല്പം ഒഴിച്ചു കൊടുക്കുന്നതായാലും, പ്രസന്നവദനത്തോടെ കൂട്ടുകാരനെ നീ അഭിമുഖീകരിക്കുന്നതായാലും, ഇങ്ങനെ നിസ്സാരമായി കൊണ്ട് നമ്മൾ കാണുന്ന ഒന്നിനെയും നല്ലതാണോ അതിനൊന്നും നീ ഒരു മൈൻഡില്ലാത്ത ഒരു പരിഹാസത്തോടെ ഒരു നിസ്സാരമായി കൊണ്ട് കാണരുത്. അതേപോലെ ഒരു മനുഷ്യനെയും നീ പരദൂഷണം പറയുകയും ചെയ്യരുത് എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ സ്വഹാബിയോട് നബി തങ്ങൾ പറഞ്ഞത് എന്താ? നല്ല ഒരു കാര്യത്തെയും മോശമായി അല്ലെങ്കിൽ ഒരു മൈൻഡ് ചെയ്യാതെ നീ വിട്ടുപോകരുത്. അതേപോലെ ഒരാളെയും നീ പരദൂഷണം ചെയ്യുകയും ചെയ്യരുത്. ബർറാ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലെ യുവതികൾ പോലും കേൾക്കും വിധം ഞങ്ങളോട് പ്രസംഗിച്ചു. ഒരിക്കൽ വീടുകളിലുള്ള ആ സദസ്സിൽ അവർ വന്നിട്ടില്ല, വീടുകളിൽ ഇരിക്കുകയാണ്. ആ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് പോലും കേൾക്കാവുന്ന ഉച്ചത്തിൽ നബി തങ്ങൾ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പ്രഭാഷണം നടത്തുകയാണ്. നബി തങ്ങൾ പറഞ്ഞു, യാ മഅ്ശറ മൻ ആമന ബിലിസാനി വലം യുഅ്മിൻ ബിഖൽബിഹി. നമ്മളെ കുറിച്ചാണോ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകളെ കുറിച്ചാണോ നബി തങ്ങൾ ഈ പറയുന്നത് എന്ന് ചിന്തിച്ചു പോകും. നാവ് കൊണ്ട് വിശ്വസിച്ച് ഹൃദയം കൊണ്ട് വിശ്വസിക്കാത്ത സമൂഹമേ. നബി തങ്ങൾ വിളിച്ചതെന്താണ്? നാവ് കൊണ്ട് വിശ്വസിച്ച് ഹൃദയം കൊണ്ട് വിശ്വസിക്കാത്ത സമൂഹമേ. നാവ് കൊണ്ടുള്ള സംസാരങ്ങൾ കേട്ടാൽ എത്രയോ മധുരമാണ്, പുഞ്ചിരിയാണ്. മനസ്സിനകത്ത് അതൊന്നും കേറിയിട്ടില്ല. മനസ്സിനകത്ത് അവനോട് വെറുപ്പാണ്. അവൻ പോയി കഴിഞ്ഞാൽ അവനെ കുറിച്ച് കുറ്റം പറയുകയാണ്. ഇങ്ങനെ നാവ് കൊണ്ട് വളരെ നന്നാക്കി വളരെ മധുരമായി പ്രലോഭനത്തോടുകൂടെ സംസാരിക്കുകയും, നാവ് കൊണ്ട് നാവ് കൊണ്ട് വിശ്വസിക്കുന്നു, ഖൽബ് കൊണ്ട് വിശ്വസിക്കുന്നില്ല. അങ്ങനെയുള്ളവരെ നിങ്ങൾ വിശ്വാസികളെ പരദൂഷണം പറയരുത്. അവരുടെ ന്യൂനതകൾ നിങ്ങൾ അന്വേഷിക്കുകയും ചെയ്യരുത്. കാരണം ആരെങ്കിലും തന്റെ കൂട്ടുകാരന്റെ ന്യൂനതകൾ അന്വേഷിച്ചാൽ അള്ളാഹു അയാളുടെയും ന്യൂനതകൾ അന്വേഷിക്കും. ആരുടെയെങ്കിലും ന്യൂനതകൾ അള്ളാഹു അന്വേഷിച്ചാൽ വീടിന്റെ ഉള്ളിൽ വെച്ച് തന്നെ അള്ളാഹു അയാളെ അപമാനിക്കും എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വമൻ തതബ്ബഅ അല്ലാഹു ഔറത, അള്ളാഹു ഒരു മനുഷ്യന്റെ ന്യൂനതകൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അവൻ അവന്റെ വീടിന്റെ ഉള്ളിൽ തന്നെ കുടുംബക്കാരുടെ തന്നെ വഷളായി പോകും എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ഈ ഹദീസ് പറഞ്ഞത്? ചിന്തിക്കേണ്ടതല്ലേ ഇന്നത്തെ കാലത്ത്? ഒരാളെയും പരദൂഷണം പറയരുത്. ഒരാളുടെ ന്യൂനത അന്വേഷിച്ചുകൊണ്ട് അയാളുടെ പുറകെ നീ പോവരുത്. ഒരാളുടെ ന്യൂനത അന്വേഷിച്ച് നീ പോയാൽ നിന്റെ ന്യൂനത അന്വേഷിച്ച് അള്ളാഹു പുറകെ ഉണ്ടാവും. അള്ളാഹു നിന്റെ പുറകെ ന്യൂനത അന്വേഷിച്ചാൽ നിന്റെ കുടുംബത്തിൽ, നിന്റെ വീടിന്റെ ഉള്ളിൽ നീ നാണം കെട്ടുപോകും എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. കുടുംബത്തിന്റെ, ഉമ്മാടെ, ഭാര്യയുടെ, മക്കളുടെ, ഇവരുടെ ഇടയിൽ നമ്മൾ വഷളാവുക, നാണം കെടുക എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ ഒരു മനുഷ്യന്റെ മാന്യതയുള്ളത്? പിന്നെ ആ മനുഷ്യന് എന്ത് മാന്യതയാണ് സമൂഹത്തിലുള്ളത്? മറ്റൊരാളുടെ ന്യൂനത നീ അന്വേഷിച്ചു പോയാൽ അള്ളാഹ് നിന്റെ ന്യൂനത പുറത്തു കൊണ്ടുവരും. അത് ആദ്യം വെളിവാക്കുന്നത് നിന്റെ കുടുംബത്തിലായിരിക്കൂന്ന്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. വളരെ ഗൗരവമുള്ള വിഷയം. ഇന്നത്തെ സോഷ്യൽ മീഡിയ കാലഘട്ടം, എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളെ, മക്കളെ, സഹോദരങ്ങളെ,
ഇന്നത്തെ യുഗം നമുക്കറിയാലോ, എന്തും ഏതും അപ്പോൾ റീൽസാക്കി അതാരൊക്കെ നോവിക്കുന്നുവോ, ആരെയൊക്കെ അതുകൊണ്ട് കളങ്കമാവുന്നുണ്ടോ, ആരെല്ലാം അതുകൊണ്ട് അപമാനിക്കപ്പെടുന്നുണ്ടെന്നോ ഒന്നും നോക്കാതെ അവരവർക്ക് റീച്ച് കിട്ടുന്നതിന് വേണ്ടിയും ആളുകൾ കൂടുതൽ കാണുന്നതിന് വേണ്ടിയും എന്തും നമ്മൾ ഇറക്കി വിടുന്ന ഒരു കാലം, എന്തും എഴുതി വിടുന്ന ഒരു കാലം. ഒരു മുഅ്മിനായ മനുഷ്യന്, ഒരു മുസ്ലിമിന് ഇതൊന്നും അനുവദനീയമല്ല. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരിക്കൽ അമറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നാസ ബിസൗമിൻ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളോട്, ജനങ്ങളോട് എല്ലാവരോടും നോമ്പ് അനുഷ്ഠിക്കാൻ വേണ്ടി കൽപ്പിച്ചു. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ലാ യുഫ്തിറന്ന അഹദുൻ ഹത്താ ആദന ലഹു, ഞാൻ അനുമതി തരാതെ നിങ്ങൾ ആരും നോമ്പ് തുറക്കരുത് എന്നും നബി തങ്ങൾ ജനങ്ങളോട് പറഞ്ഞു. ഈ സ്വഹാബി പറയാണ്, അങ്ങനെ ഫസ്വാമന്നാസ്, ജനങ്ങളെല്ലാവരും നോമ്പ് പിടിച്ചു. ഹത്താ ഇദാ അംസു, അങ്ങനെ വൈകുന്നേരമായ സമയത്ത് കുറച്ചാളുകൾ വന്നു, സ്വഹാബിമാർ വന്നു. ഓരോ ആളുകൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾ നോമ്പുകാരാണ്, ഞങ്ങൾക്ക് നോമ്പ് തുറക്കാൻ സമയമായിരിക്കുന്നു, ഞങ്ങൾക്ക് അനുവാദം തന്നാലും. നോമ്പ് തുറക്കണമെങ്കിൽ എന്നോട് ചോദിക്കണം എന്നാണ് നബി തങ്ങൾ അവരോട് പറഞ്ഞിരുന്നത്, അനുവാദം തരണം. അപ്പോൾ നബി തങ്ങൾ അവർക്ക് അനുവാദം നൽകി. കൂട്ടത്തിൽ ഒരാൾ വന്ന് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ കുടുംബത്തിൽ 2 യുവതികൾ നോമ്പെടുത്തിട്ടുണ്ട്, എന്നാൽ അവർ അങ്ങയുടെ മുമ്പിൽ വന്നുകൊണ്ട് ഞാൻ നോമ്പെടുത്തിട്ടുണ്ട്, അനുവാദം തരണം നബിയെ എന്ന് അങ്ങയുടെ മുമ്പിൽ വന്ന് പറയാൻ അവർക്ക് ലജ്ജയാണ്, നാണമാണ്. അതുകൊണ്ട് അവരോട് നോമ്പ് തുറക്കാൻ ഞാൻ പറയട്ടെ എന്ന് ഒരു സ്വഹാബി വന്നുകൊണ്ട് നബി തങ്ങളോട് പറഞ്ഞപ്പോൾ നബി തങ്ങൾ അവരോട് ആ മനുഷ്യനിൽ നിന്ന് പിന്തിരിഞ്ഞു കളഞ്ഞു. അയാൾ പറഞ്ഞത് നബി തങ്ങൾ ഗൗനിച്ചില്ല. കുറച്ചു നേരം അയാൾ അവിടെ നിന്നു. വീണ്ടും ഈ സ്വഹാബി പറഞ്ഞു, നബിയെ, എന്റെ കുടുംബത്തിലെ 2 യുവതികൾ നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ട്, അവർക്ക് അങ്ങയുടെ മുമ്പിൽ വരാനുള്ള മടി കൊണ്ടാണ്, അവർക്ക് അങ്ങ് അനുമതി കൊടുക്കുമോ? ഞാൻ അവരോട് പോയി നോമ്പ് അനുഷ്ഠിക്കാൻ, നോമ്പ് തുറന്നുകൊള്ളാൻ പറയട്ടെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അവർ 2 പേരും നോമ്പ് അനുഷ്ഠിച്ചിട്ടില്ല. പകൽ പരദൂഷണം നടത്തി ആളുകളുടെ മാംസം ഭക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അവരെങ്ങനെയാണ് നോമ്പ് അനുഷ്ഠിക്കുന്നത്? അതുകൊണ്ട് അവർ നോമ്പ് അനുഷ്ഠിച്ചിട്ടില്ല. ഈ സ്വഹാബി പറഞ്ഞു, അല്ല നബിയേ, നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട്. ഉടനെ നബി തങ്ങൾ ആ സഹോദരിയുടെ അടുക്കലെ 2 സഹോദരിമാരുടെ അടുക്കലേക്ക് ഒരു പാത്രം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. അവരോട് അതിലേക്ക് ഛർദ്ദിക്കാൻ പറയുക എന്ന് ഈ സ്വഹാബിയോട് പറഞ്ഞു. നബി തങ്ങളുടെ മുമ്പിലേക്ക് അവരെ വരാൻ അനുവദിച്ചില്ല. ഒരു പാത്രം അവരുടെ മുമ്പിലേക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ്. അവരോട് ഛർദ്ദിക്കാൻ പറഞ്ഞു. ആ 2 സഹോദരിമാരും അതിലേക്ക് ഛർദ്ദിച്ചു. മാംസ കഷ്ണങ്ങൾ, ബ്ലഡ് കൊണ്ടുള്ള, ബ്ലഡിനാലുള്ള കട്ടകൾ ആ സഹോദരിമാരാ പാത്രത്തിലേക്ക് ഛർദ്ദിച്ചു. ഇത് നബി തങ്ങളോട് വിവരം പറഞ്ഞു ആ സ്വഹാബി. ആ നബി തങ്ങൾ അവരോട് പറയുകയാണ്, ഇതെങ്ങാനും അവരുടെ വയറ്റിൽ കിടന്നിരുന്നുവെങ്കിൽ അവരെ ഇത് കാരണമായി അല്ലാഹു തആല നരകത്തിലേക്ക് ഇടുമായിരുന്നു. പരദൂഷണം പറഞ്ഞവർക്കുള്ള ശിക്ഷയാണത്. ഈ പരദൂഷണം ഇത്രത്തോളം ഭയാനകമാണ് ജനങ്ങളെ. അതുകൊണ്ട് അതിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കണേ. നോമ്പനുഷ്ഠിച്ചവരാണവർ, വെള്ളം കുടിക്കാത്തവരാണവർ, വൈകുന്നേരം വരെ പട്ടിണി കിടന്നവരാണവർ. പക്ഷേ ആ നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് മറ്റൊരാളെ കുറ്റം പറഞ്ഞതുകൊണ്ട് അന്ന് അവർക്ക് നോമ്പിന്റെ പ്രതിഫലമില്ലെന്ന് മാത്രമല്ല, നരകത്തിലേക്ക് പോവാൻ വരെ കാരണമാകുന്ന തിന്മയായിരുന്നു അവർ പരദൂഷണത്തിലൂടെ ചെയ്തത് എന്ന് ഈ സ്വഹാബിമാരെ നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഗൗരവമല്ലേ വിഷയം? റമളാൻ മാസമായി നോമ്പൊക്കെ നോറ്റ് നമ്മൾ എന്തൊക്കെയാ പറയാറ്? ഫോൺ എടുത്ത് എളിയമാക്കും മൂത്തമ്മാക്കും അങ്ങനെ അങ്ങോട്ട് വിളിക്കും ഓരോ തലക്കെന്ന്. എന്നിട്ട് എന്തൊക്കെയാണ് പറഞ്ഞു തുടങ്ങാറ് എന്ന് സഹോദരിമാരാലോചിക്കുക. നോമ്പ് തുറക്കാൻ പോയപ്പോ അവിടെ ഉണ്ടായിരുന്ന കറി മുതൽ, അവിടെ ഉണ്ടായിരുന്ന പലഹാരങ്ങൾ മുതൽ, അവർ ചെയ്തപ്പോ അവിടെ ഉണ്ടായിരുന്ന ന്യൂനതകൾ മുഴുവൻ ഇനി പറയാനൊന്നും ഉണ്ടാവില്ല, ആൾക്ക് നോമ്പുമായിരിക്കും. ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ നടത്തിയാൽ ആ നോമ്പ് കൊണ്ട് ഒരു ഫലവും ഇല്ല എന്നതാണ് ഇത് തെളിയിക്കുന്നത്. ഇത് 2 രീതിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഹദീസിൽ പറഞ്ഞ ഭാഗം 2 യുവതികളാണെങ്കിൽ, വേറെ ഒരു ഹദീസിൽ കാണാം 2 യുവാക്കൾ.
അവർക്ക് നബി തങ്ങളുടെ മുമ്പിൽ വരാൻ മടിയായി നിന്നു. ഇതേ ആശയം തന്നെയാണ്. നബിയുടെ മുമ്പിൽ വരാൻ മടിച്ചു നിന്നു. അവസാനം നബി തങ്ങൾ അവരെ മുമ്പിലേക്ക് വരാൻ പറയുകയും, നിങ്ങൾ നോമ്പനുഷ്ഠിച്ചിട്ടില്ല, നിങ്ങൾ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് മറ്റൊരാളെ കുറ്റം പറയുകയായിരുന്നു, അതുകൊണ്ടൊരു പാത്രത്തിലേക്ക് നിങ്ങൾ ഛർദ്ദിക്കുക എന്ന് പറഞ്ഞ് മാംസ കഷ്ണങ്ങൾ അവർ ഛർദ്ദിച്ചു എന്നും, ഇത് നോമ്പനുഷ്ഠിച്ചുകൊണ്ട് മറ്റൊരാളുടെ മാംസം നിങ്ങൾ തിന്നതാണ് എന്നും, ഇത് അല്ലാഹു തആല ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി എനിക്ക് അറിയിച്ചു തന്നതാണെന്നൊക്കെ ഉള്ള വിവരണം നബി തങ്ങൾ ആ സ്വഹാബിമാർക്കും അവിടെ നൽകുകയാണ്. ഇതും പരദൂഷണം പറയുന്നതിന്റെ ഗൗരവത്തെ കുറിച്ചാണ് ചോദിക്കുന്നത്. മറ്റൊരിക്കൽ ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഖതബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫദകറ റിബാ. നബി തങ്ങൾ ഒരിക്കൽ ഞങ്ങളോട് ഇങ്ങനെ ഒരുപാട് ഉപദേശങ്ങൾ നൽകി പ്രസംഗിച്ചു. അതിൽ പലിശയെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞു. മാത്രമല്ല ആ പലിശയുടെ ഭയാനകതയെ കുറിച്ച് നബി തങ്ങൾ ഓർമ്മപ്പെടുത്തി. എത്രത്തോളം എന്നാൽ ഒരു മനുഷ്യൻ പലിശയായി കൊണ്ട് 1 ദിർഹം വാങ്ങുന്നത് 33 തവണ വ്യഭിചരിക്കുന്നതിനേക്കാൾ അല്ലാഹുവിന്റെ അടുക്കൽ കഠിനമായ ശിക്ഷ അറിയിക്കുന്നതാണ്. 33 തവണ ഒരാൾ വ്യഭിചരിച്ചു, അതിനേക്കാൾ കാഠിന്യമുള്ളതാണ് 1 രൂപ നീ പലിശ, 1 ദിർഹം പലിശ മേടിക്കൽ അല്ലെങ്കിൽ പലിശ കൊടുക്കൽ എന്ന് നബി തങ്ങൾ ആ പ്രസംഗത്തിൽ പറഞ്ഞു. പിന്നീട് നബി തങ്ങൾ അതിന്റെ അവസാന ഭാഗത്ത് പറയുകയാണ്, എന്നാൽ ഏറ്റവും കൂടിയ പലിശ എന്ന് പറയപ്പെടുന്നത് ഒരു മനുഷ്യന്റെ അഭിമാനം നഷ്ടപ്പെടുത്തലാണ്, ഒരു മനുഷ്യനെ നാണം കെടുത്തലാണ്, ഒരു മനുഷ്യനെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന വാക്കുകൾ ആളുകളോടും മറ്റും പറഞ്ഞ് അയാളെ നാറ്റിക്കുന്ന ഒരു പ്രവൃത്തി ഉണ്ടല്ലോ ജനങ്ങളെ, അതാണ് ഏറ്റവും വലിയ പലിശ. ഒരു പലിശ തന്നെ 33 വ്യഭിചാരത്തെക്കാൾ കാഠിന്യമുള്ളതാണെങ്കിൽ അതിനേക്കാൾ കാഠിന്യമുള്ളതാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ എന്തെങ്കിലുമൊക്കെ അപാകതകൾ പറഞ്ഞുകൊണ്ട് അയാളെ നാറ്റിക്കുക എന്നുള്ളത്. പിന്നെ ഒരു തിന്മ ചെയ്താൽ അയാൾ അതിനെക്കുറിച്ച് ആരോടും പറയരുത് എന്നാണോ? അല്ല, ഒരു മകൻ ഒരു തിന്മ ചെയ്തു, ആ മകൻ അങ്ങനെ ചെയ്തു എന്ന് അദ്ദേഹത്തിന്റെ പിതാവിനോട് പറയാം. എന്തിന്? ആ മകനെ നന്നാക്കാൻ വേണ്ടി. ആ മകൻ അല്ലെങ്കിൽ യാദൃശികമായി പെട്ടുപോയതാണ്, അവനോട് നേരിട്ട് പറയാം, മോനെ അത് ചെയ്യരുത്, പറഞ്ഞു എന്റെ അടുത്ത് പറ്റിപ്പോയതാണ് ഇക്ക, ഇത് വേറൊരാളോടും പറയരുത്, ഞാൻ നാണം കെട്ടുപോകും, ഇനി ഒരിക്കലും ഞാൻ അത് ചെയ്യില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കണമെന്ന് പറഞ്ഞു. എങ്കിലും നമ്മൾ അത് ആരോടും പറയരുത്, അത് അവിടെ നിർത്തണം. വീണ്ടും അയാൾ ആവർത്തിച്ചു, പലതവണ ആവർത്തിക്കുന്നത് നമ്മൾക്കറിയാം. എങ്കിൽ അദ്ദേഹത്തിന്റെ പിതാവിനോട് പറയാം. ഏത് ലക്ഷ്യത്തിൽ? ആ മോനെ നന്നാക്കണമെന്ന ഉദ്ദേശത്തിൽ. പിതാവിനോട് പറഞ്ഞിട്ട് കാര്യമില്ല, പിന്നെ ഉസ്താദിനോട് പറഞ്ഞാൽ ചിലപ്പോൾ ഉസ്താദ് അത് ഉപദേശിച്ച് നന്നാവും. എങ്കിൽ ആ നല്ല ഉദ്ദേശത്തിൽ മാത്രം ഉസ്താദിനോട് പറയാം. അല്ലെങ്കിൽ അവൻ അങ്ങനെയാണ് എന്ന് ഉസ്താദും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കട്ടെ എന്ന നിലക്കുള്ള ഒരു സംസാരമാണ് ഉസ്താദിനോട് പറയുന്നത് എങ്കിൽ അതും പരദൂഷണമാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ ഒരു മനുഷ്യന്റെ അഭിമാനത്തിന്, ഒരു മനുഷ്യന്റെ മാന്യതക്ക് അത്രത്തോളം ഇസ്ലാം പ്രാധാന്യം നൽകുന്നു എന്നതാണ് ഈ ഹദീസ് എല്ലാം സൂചിപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, കുന്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മസീരിൻ, ഞങ്ങൾ നബി തങ്ങളോട് കൂടെ ഒരു യാത്ര ഇങ്ങനെ പോവുകയായിരുന്നു. യാത്ര പോയ സമയത്ത് വളരെ വിശാലമായ ഹദീസാണ്, ഞാൻ അതിനെ ചുരുക്കി വിശദീകരിക്കുകയാണ്. വലിയ യാത്രയാണ്, നീണ്ട യാത്രയാണ്. കുറെ നടന്നപ്പോൾ 2 ഖബർസ്ഥാനുള്ള ഒരു പ്രദേശത്തേക്ക് ഞങ്ങൾ എത്തി. അവിടെ 2 ഖബറുകൾ ഉണ്ടായിരുന്നു. ആ ഖബറാളികളിലേക്ക് ചൂണ്ടി നബി തങ്ങൾ പറഞ്ഞു, ഈ ഖബറിലുള്ള ആളുകൾ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഖബറിലുള്ളതൊക്കെ കാണാൻ നബി തങ്ങൾക്ക് കഴിയോ? അല്ലാഹു സുബ്ഹാനഹു തആല കഴിവ് കൊടുത്താൽ അത് കാണും. സുന്നത്തായ ഫറളായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, അതിനു പുറമെ സുന്നത്തായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് എന്നിലേക്ക് ഒരു അടിമ അടുത്താൽ അവൻ കാണുന്ന കണ്ണ് ഞാനാകും. നബിതങ്ങൾ നബിതങ്ങൾ ഖുദ്സിയായ ഹദീസിലൂടെ പറയാൻ അല്ലാഹു പറഞ്ഞൊരു ഹദീസല്ലേ ഇത്. അവൻ കാണുന്ന കണ്ണ് ഞാനാകും എന്ന് വെച്ചാൽ മനുഷ്യന്റെ കണ്ണുകൊണ്ട് കാണാൻ ചില പരിധികളുണ്ട്, പരിമിതികളുണ്ട്. എന്നാൽ അല്ലാഹുവിലേക്ക് അടുത്തൊരു മനുഷ്യനാണെങ്കിൽ പരിധികളില്ലാതെ കാണാനുള്ള കഴിവ് ആ മനുഷ്യന് അല്ലാഹു തആല നൽകുന്നു. അതാണ് ഇരുന്നേരുപ്പിന്നേളാകാശം കണ്ടോവർ എറുമാലക്കുകളെ
മലക്കൂത്തിൽ രാജാളിയെന്നോവർ. റസൂലുള്ളാഹി റളിയല്ലാഹു അൻഹു ഇരുന്ന ഇരിപ്പിൽ നിന്ന് 7 ആകാശവും കണ്ട്, 7 ആകാശങ്ങൾ അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖ സബ്അ സമാവാതിൻ തിബാഖാ മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത് ഫർജിൽ ബസ്വറ ഹൽ തറാ മിൻ ഫുതൂർ. സബ്അ സമാവാത്, 7 ആകാശങ്ങളെ അല്ലാഹു തആല പടച്ചു. ശാസ്ത്രം പറയുന്നത് അങ്ങനെ 7 ആകാശങ്ങളില്ല എന്നാണ്. ഇതൊക്കെ ഒരു പുകയായിട്ട് കാണുകയാണെന്നാണ്. ഇൻഷാ അല്ലാഹ് അത് കണ്ടുപിടിക്കാനുള്ള കാലം എത്തിയിട്ടില്ല. പഴയ കാലത്ത് ഗാലക്സികളെ കുറിച്ചും മിൽക്കി വേകളെ കുറിച്ചൊക്കെ മനുഷ്യരോട് പറഞ്ഞാൽ മനസ്സിലാവൂ. ഇന്നിപ്പോ വാനലോക നിരീക്ഷണ സംവിധാനം ഇന്ന് ലോകത്തുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഓരോ പഠനങ്ങൾ ചില സയൻസ് ശാസ്ത്രജ്ഞന്മാര് പറയുന്നത് 5 ആകാശങ്ങളുണ്ട്. കുറച്ചു മുമ്പ് ഞാൻ ഇങ്ങനെ ആകാശങ്ങളെ കുറിച്ച് സെർച്ച് ചെയ്തപ്പോൾ അതിൽ കണ്ടതാണ്. ചില ശാസ്ത്രജ്ഞർ പറയുന്നത് 5 ആകാശങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ചിലർ അതിനെ നിഷേധിക്കുന്നുണ്ട്. മറ്റു ചിലർ പറയുന്നത് 5 എണ്ണം ഉണ്ട്. ഖുർആൻ പറയുന്നത് സബ്അ സമാവാതിൻ തിബാഖാ, അടുക്കുകളായി തട്ടുകളായി 7 ആകാശങ്ങൾ ഉണ്ടെന്നാണ്. ഈ 7 ആകാശങ്ങളിലും ഉള്ളത് ഈ ഇരുന്ന ഇരിപ്പിൽ നിന്ന് കാണാൻ അള്ളാഹു കഴിവ് കൊടുത്ത മഹാന്മാർക്കുണ്ട്. അതാണ് റസൂലുള്ളാഹിന്റെ ഈ സംഭവം പറഞ്ഞത്. ഇരുന്ന ഇരുപ്പിന്നേളാകാശം കണ്ടോവർ എറും മലക്കൂത്തിൽ രാജാളിയെന്നോവർ. മഹാന്മാര് കാണും, നബിതങ്ങൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഖബറിനുള്ളത് മൂട് വെച്ച് മണ്ണിട്ട് മൂടിയതിന്റെ ഉള്ളിലുള്ളത് എന്താണ് എന്ന് അല്ലാഹു തആല അറിയിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നബിതങ്ങൾ പറഞ്ഞു, ഈ ഖബറിന്റെ ഉള്ളിലുള്ളതായ 2 ആളുകൾ ശിക്ഷിച്ചു കൊണ്ടിരിക്കുകയാ. എന്നിട്ട് നബിതങ്ങൾ പറഞ്ഞവരോട് അവരുടെ ദൃഷ്ടിയിൽ വലിയ തെറ്റൊന്നുമായിരുന്നില്ല അവർ ചെയ്തിരുന്നത്, ആ കാരണം കൊണ്ടാണ് നരകത്തിൽ കിടക്കുന്നത്. എന്നിട്ട് നബിതങ്ങൾ അത് വിശദീകരിക്കുന്നു. ഇതിൽ ഒന്നാമത്തെയാൾ മൂത്രം ഒഴിച്ചിട്ട് വേണ്ടതുപോലെ വൃത്തിയാക്കാത്ത ആളായിരുന്നു. മൂത്രമൊഴിച്ചിട്ട് വേണ്ടതുപോലെ വൃത്തിയാക്കാത്തത് കൊണ്ടാണ് ഈ ഖബറിലുള്ള ഒരാൾ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. മറ്റൊരാളോ അദ്ദേഹം ആളുകളെ പരദൂഷണം പറഞ്ഞ് നടക്കുന്ന മനുഷ്യനായിരുന്നു. ആളുകളൊക്കെ കേൾക്കുമ്പോൾ ഒരു രസം, ചിരിക്കും. ഒരാളെ കുറിച്ച് കുറ്റം പറയുമ്പോ അത് കേട്ട് ചിരിക്കാനും ആളുണ്ടാകും. അപ്പൊ അങ്ങനെയാണല്ലോ. അപ്പൊ ചില ബോസുകളൊക്കെ ഉണ്ട് അല്ലേ, സ്മോൾ ബോക്സ് അല്ലെന്നാണ് ബോസ് അല്ലേ, ബിഗ് ബോസ്, ഇങ്ങനെ പല ബോസും ഉണ്ടല്ലോ. ഇതിലൂടെയൊക്കെ എന്താ പറയണേ, പരിഹാസങ്ങളാണ്. ഒരാളെ കുറ്റം പറയല, അതിന്റെ അവലോകനം ഉണ്ടാവല്ലോ. ഉസ്താദ് ഇപ്പൊ അതൊക്കെ കാണലുണ്ടോ? പിന്നെ എങ്ങനെ അറിയുന്നത്? ഈ സമൂഹത്തിലല്ലേ ഞാനും. ഒരു സിനിമാ നടൻ വന്നുകൊണ്ട് അവലോകനം ചെയ്യുമ്പോൾ അത് ആളുകൾക്കിടയിൽ പരസ്യമായി ലക്ഷക്കണക്കായ കോടിക്കണക്കായ ആളുകളെ മുന്നിൽ വെച്ചുകൊണ്ട് മറ്റൊരാളെ ഇകഴ്ത്തി മോശപ്പെടുത്തി സംസാരിക്കുകയാണ്. അവന് റീച്ച് കിട്ടണം, അത്രയേ ഉള്ളൂ. ഇത് പറയലും പരദൂഷണമാണ്. അത് കേട്ട് നമ്മളൊക്കെ രസിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ്, എന്തെങ്കിലും ഒരു സമൂഹത്തിൽ ഒരു മനുഷ്യന് ഉപകാരമുള്ള എന്തെങ്കിലും ഒരു സംസ്കാരമുള്ള കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ടോ, പഠിപ്പിക്കുന്നുണ്ടോ? ഇപ്പൊ 2 മുസ്ലിം പെൺകുട്ടികളെയാണ് അതിലേക്ക് സെലക്ട് ചെയ്തിരിക്കുന്നത്. ആ പെൺകുട്ടി, പേരൊന്നും ഞാൻ പറയുന്നില്ല, ആ പെൺകുട്ടിയുടെ പേരാണ് അവളുടെ പിതാവ് അവളോടുള്ള ഇഷ്ടം കാരണം അവളുടെ ഒരു കമ്പനിക്കിട്ടുള്ളവരുടെ മാളിനിട്ടിരിക്കുന്നത് വിദേശത്ത് ജോലിയുള്ളവരാണ്. അത്രത്തോളം ആ മോളെ സ്നേഹിച്ച ആ പിതാവിനെയും മാതാവിനെയൊക്കെ ലക്ഷക്കണക്കായ ആളുകൾക്കിടയിൽ വെച്ച് നിന്ദിക്കുന്ന, മോശപ്പെടുത്തുന്ന, നമ്മൾ പറഞ്ഞില്ലേ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന കാര്യങ്ങൾ ഉള്ളതാണെങ്കിൽ പോലും പറയാൻ പാടില്ല എന്ന് പറയുമ്പോൾ ലക്ഷക്കണക്കായ ആളുകൾക്കിടെ മുന്നിൽ വെച്ചുകൊണ്ട് സ്വന്തം മാതാവിനെയും പിതാവിനെയും ഇകഴ്ത്തി കാണിക്കുന്ന ഇത്തരം കോപ്രായങ്ങൾ കണ്ട് രസിക്കുക എന്ന് വെച്ചാൽ എത്ര ചീപ്പായ ഏർപ്പാടാണ്. എന്റെ സഹോദരിമാരെ, സഹോദരങ്ങളെ, ഞാൻ പറയുന്നു, അവസാന കാലഘട്ടമാണ്. ഇങ്ങനെയൊക്കെ വരും. അതൊന്നും നമ്മൾ കാണരുത്. ഒരു നന്മയും അതിലൂടെ ഈ ലോകത്തിന് നൽകുന്നില്ല, തിന്മകളല്ലാതെ. അപ്പൊ അത്തരത്തിലുള്ളതായ ബോസുകളൊന്നും നമ്മൾ കാണാതിരിക്കുക.
എത്ര വലുത് എന്ന് പറഞ്ഞാലും എത്ര ചെറുത് എന്ന് പറഞ്ഞാലും ആര് നേതൃത്വം കൊടുത്താലും അതിലൊന്നും ഒരു നന്മയുമില്ല. അതിലൊക്കെ ഉള്ളത് മറ്റൊരാളെ ഇകഴ്ത്തലും കുറ്റപ്പെടുത്തലും, എങ്ങനെയെങ്കിലും എനിക്ക് വിജയിക്കാൻ വേണ്ടി എന്തും പറയാവുന്ന ശൈലികളൊക്കെയാണ്. അതൊക്കെ നമ്മൾ ഈ പറഞ്ഞു വരുമ്പോ ഈ പരദൂഷണത്തിന്റെ വഴികളിലാണ് പെടുക. ഈ രണ്ട് ഖബറിൽ കിടക്കുന്ന ആളുകൾ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഒരാൾ മൂത്രിച്ചിട്ട് ശരിക്ക് കഴുകാത്തയാൾ. ഇപ്പൊ ചെറുപ്പക്കാർ മനസ്സിലാക്കണം, ഇപ്പൊ നമ്മുടെ പാന്റിന്റെ ഒക്കെ ശൈലി എങ്ങനെയാണ്? നമ്മൾ സിപ്പ് എടുത്തുകൊണ്ട് മൂത്രമൊഴിക്കുമ്പോ മഹാന്മാര് കിതാബുകളിൽ പറയുന്നത് കാണാം, ഒന്ന് മൂത്രമൊഴിച്ച് ഒന്ന് എഴുന്നേറ്റ് ഒന്ന് ഇരിക്കണം. എന്തിനാണ്? അപ്പൊ ഒത്തിരി കൂടെ ഒറ്റ വീഴും, പൂർണ്ണമായിട്ട് അത് പോവാൻ. അല്ലെങ്കിൽ ഒന്ന് ശബ്ദമനക്കണം എന്ന് പറയണം. അല്ലെങ്കിൽ ഇരുന്ന് മൂത്രമൊഴിക്കുമ്പോൾ ഒന്ന് എണീറ്റിരുന്ന് പിന്നെ ഒന്ന് ഇരുന്നിട്ട് അത് കഴുകിക്കളയണം. അവിടെ ഇവിടെ സ്റ്റക്കായി നിൽക്കുന്നതുണ്ടാകും. അത് അല്ലെങ്കിൽ നമ്മൾ എണീറ്റ് ഇങ്ങോട്ട് നടന്നു പോരുമ്പോഴായിരിക്കും ഒറ്റ വീഴുക. അത് നമ്മുടെ വസ്ത്രത്തിലാകും, അടിവസ്ത്രത്തിലാകും. ആ അടിവസ്ത്രത്തോടുകൂടെയാണ് നമ്മൾ നിസ്കരിക്കുന്നത് എങ്കിൽ നമ്മുടെ നിസ്കാരം ശരിയാവില്ല. അതോടുകൂടെയാണ് നല്ല സ്ഥലങ്ങളിൽ നമ്മൾ പോകുന്നത് എങ്കിൽ നമ്മുടെ അവിടെ പോയതൊന്നും അല്ലാഹു തആല കബൂലാക്കുകയില്ല. നജസോടുകൂടെയാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് നമ്മളെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ എത്ര സൂക്ഷ്മതയോടുകൂടെയാണ് ഈ ശുദ്ധിയുടെ കാര്യം പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇന്ന് നമ്മുടെ വസ്ത്രങ്ങൾ, ആൺകുട്ടികളുടെ ഒക്കെ നമ്മുടെ പാന്റ് എങ്ങനെയാണ്? ഇരുന്ന് മൂത്രയിക്കാൻ പറ്റൂല. ഇരുന്ന് മൂത്രയിച്ച എങ്ങനെയാണെങ്കിൽ അത് ഫുള്ളായിട്ട് ചാടൂല. അത് എണീറ്റ് പോരുമ്പോ 2 തുള്ളി ഒറ്റും ഉറപ്പാ. അതുകൊണ്ട് ഞാൻ എൻ്റെ മക്കളോടൊക്കെ പറയുന്നു, ഈ ഹദീസുകളൊക്കെ നമുക്ക് ശരിക്കും മനസ്സിലാക്കേണ്ട ഹദീസുകളാണ്. നമ്മളൊക്കെ മൈൻഡ് ചെയ്യാതെ വിട്ടുകളയുന്നതായ ചില സംഭവങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ട് ഈ ഖബറിൽ കിടക്കുന്ന രണ്ടാളുകൾ അവരുടെ ദൃഷ്ടിയിൽ നിസാരമായിട്ട് അവർ കണ്ടിരുന്ന ഈ തിന്മകൾ അല്ലാഹുവിന്റെ അടുക്കൽ വലിയ പാതകങ്ങളാണെന്ന് പരദൂഷണം. മറ്റൊന്ന് വേണ്ടതുപോലെ ഒരാൾ വിസർജനം മൂത്രവിസർജനം നടത്തിയിട്ട് അത് വേണ്ടതുപോലെ വൃത്തിയാക്കാത്ത ഒരാളായിരുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്രത്തോളം ഗൗരവത്തോടുകൂടെ നമ്മളോട് ഓർമ്മപ്പെടുത്തിയ ഒരു വിഷയമാണ് ഈ രീതിയിലുള്ളതായ പരദൂഷണം ഒരു മനുഷ്യൻ പറയുക എന്നുള്ളത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ളതായ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കുക. വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തുണ്ടല്ലോ, നമുക്കൊക്കെ പരിചയമുള്ള സൂറത്ത്. ഇന്ന് ഈ ക്ലാസിന്റെ തുടക്കത്തിൽ ഞാൻ ഓതിയില്ലേ, വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ, വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ. മറ്റുള്ളവരെ പരദൂഷണം പറയുകയും ഇടിച്ചു താഴ്ത്തുകയും ചെയ്യുന്നവർക്കാണ് വമ്പിച്ച നാശം. അതാണ് അതിന്റെ അർത്ഥം. അവിടെ വൈലുൽ ലികുല്ലി ഹുമസ ലുമസ എന്ന 2 പ്രയോഗങ്ങൾ കാണാം. ബഹുമാനപ്പെട്ട മുജാഹിദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇവിടെ ഹുമസ എന്ന് പറയുന്ന പ്രയോഗമുണ്ടല്ലോ, അത് കുത്തുവാക്കുകൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ആക്ഷേപിക്കുന്നവരാണ്. കുത്തുവാക്കുകൾ പറയാ, ഉമ്മമാരെ, നമ്മുടെ മരുമക്കളെ, നാത്തൂന്മാരെ, അല്ലെങ്കിൽ അമ്മായിമ്മമാരെ തിരിച്ചങ്ങോട്ടും, കുടുംബങ്ങളെ, അയൽക്കാരെ, ബന്ധുക്കളെ കുത്തുവാക്കുകൾ പറയാ, തോണ്ടി പറയാ, ഡയറക്റ്റ് പറയാതെ ഒളിച്ചു കളത്തിയിട്ട് അവർക്ക് കൊള്ളിക്കാൻ വേണ്ടി നമ്മൾ ചില പദങ്ങൾ പറയാറില്ലേ? അവരെ വേദനിപ്പിക്കാൻ വേണ്ടി നമ്മൾ പറയാറില്ലേ? അത്തരത്തിലുള്ള വാക്ക് പറയുന്നവർക്കാണ് ഹുമസ എന്ന് പറയുന്നത്. ലുമസ എന്ന് പറഞ്ഞാൽ അത് പരദൂഷണമാണ്, ഗീബത്താണ്. ഇങ്ങനെ ആളുകളെ കുത്തി പറയുകയും പരദൂഷണം പറയുകയും ചെയ്യുന്ന ആളുകൾക്കാണ് വമ്പിച്ച നാശം. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ എന്ന് വിശുദ്ധ ഖുർആൻ. ഇതിന്റെ അപ്പുറത്തേക്ക് എന്താ പറയേണ്ടത്? ഈ ക്ലാസ്, ഇന്നത്തെ ക്ലാസ് ശരിക്കും മനസ്സിലാക്കി അതേപോലെ ഇനി ഞാൻ ജീവിക്കുകയുള്ളൂ എന്ന് ഒരാൾ പ്രതിജ്ഞ ചെയ്താൽ തീർച്ചയായും നമ്മൾ നന്നാവും. കൂടുതലായിട്ടൊന്നും നമ്മൾ ചെയ്യേണ്ടതുണ്ടാവില്ല. നമ്മൾ ചെയ്യുന്നതായ നോമ്പുകളും നിസ്കാരങ്ങളും ഒക്കെ ഇന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് ഇത്തരത്തിലുള്ളതായ വിഷയങ്ങളിലൂടെയാണ്.
പഴയ കാലത്തെ അപേക്ഷിച്ചുകൊണ്ട് നന്മകൾ ചെയ്യാനുള്ള ഒരുപാട് സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഇന്നുണ്ട്. അതേപോലെ ചെയ്യുന്ന നന്മകൾ അതേ 10 മടങ്ങ് വേഗത്തിൽ അത് ഡിലീറ്റ് ആയി പോകാനുള്ള വഴികളും ഇന്നുണ്ട്. ഒന്നും വേണ്ട, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു വീഡിയോ കണ്ടാൽ അവരെ നിന്ദിച്ചുകൊണ്ട് അതിന്റെ താഴെ ഒരു കമന്റ് ഇട്ടാൽ ലക്ഷക്കണക്കായ ആളുകൾ നമ്മൾ ഇടുന്ന ഈ കമന്റ് മോശമായിട്ട് വായിക്കുകയും അതിലൂടെ ആ വീഡിയോ ചെയ്ത ആൾ ഇകഴ്ത്തപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ എന്തോരം നന്മകളാണ് ഒറ്റ ക്ലിക്കിലൂടെ മോശമായി നഷ്ടപ്പെട്ടു പോയത് എന്ന് നമ്മൾ ചിന്തിക്കുക. അതുകൊണ്ട് പരദൂഷണം ഇത്രത്തോളം ഗൗരവമേറിയതും പരആഖിറത്തിൽ ഇത്രത്തോളം ശിക്ഷ ലഭിക്കുന്നതുമായ സംഭവമാണ് എന്നതാണ് ഈ ആയത്തുകളിലൂടെയും ഹദീസുകളിലൂടെയും ഒക്കെ സ്വൽപ്പനേരം നിങ്ങളോട് ഞാൻ സൂചിപ്പിച്ചത്. അല്ലാഹു തആല ഇതിന്റെ ഗൗരവം മനസ്സിലാക്കി ഇത്തരം തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമുക്ക് എവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി ഇൻഷാ അല്ലാഹ് എന്താണ് പരദൂഷണം എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. എന്താണ് പരദൂഷണം? ഈ പരദൂഷണത്തിന്റെ വകുപ്പുകളിൽ എന്തൊക്കെ പെടും? അതിൽ നിന്ന് എന്തെങ്കിലും ഒഴിവുകളുണ്ടോ? ഇതും നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് അടുത്ത ആഴ്ച നമുക്ക് വിശദീകരിക്കാം. അതിനു മുമ്പ് ഒരു ചോദ്യം കിട്ടിയിട്ടുണ്ടായി, ഞാനത് പറയാൻ തുടക്കത്തിൽ വിട്ടുപോയതാണ്. ഒരു മനുഷ്യൻ എന്തെങ്കിലുമൊക്കെ സ്വപ്നങ്ങൾ കണ്ടു, എന്നിട്ട് ആളുകളോട് അത് പറഞ്ഞു നടന്നു. എന്തിനു വേണ്ടി? അവരുടെ സ്നേഹവും പ്രീതിയും ഒക്കെ പിടിച്ചു പറ്റാൻ വേണ്ടി. എന്നാൽ യഥാർത്ഥത്തിൽ അദ്ദേഹം ആ സ്വപ്നം കണ്ടിട്ടുണ്ടാവില്ല. കാണാത്ത സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞു നടക്കുക, അതാണ് ചുരുക്കം. അതിന്റെ വിധി എന്താണ്? അങ്ങനെ പറയാവോ? അത് കള്ളം പറയുക. നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മുടെ ക്ലാസ് കള്ളം പറയുന്നതിനെ കുറിച്ചായിരുന്നല്ലോ. ആ കള്ളം പറയുക എന്ന ഗണത്തിൽ അത് ഉൾപ്പെടുമോ എന്നതാണ് ഒരാൾ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ ആൻസർ അത് വ്യക്തമായി അങ്ങനെ തന്നെ ഒരു ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾ മാലം യറ, കാണാത്ത ഒരു സ്വപ്നം ഒരാൾ കണ്ടു എന്ന് പറയുന്നുവെങ്കിൽ അദ്ദേഹം ഏറ്റവും വലിയ വ്യാജം പറയുന്നവനാണ് എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു സംഭവത്തിൽ ഹദീസിൽ കാണാം, മൻ കദിബ ഫീ ഹുൽവിൻ, ഒരാൾ ഒരു കാണാത്ത ഒരു സ്വപ്നം അത് കണ്ടു എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു തആല അയഖിദ ബൈന ശഈറതൈനി വലൈസ ബിആഖിദിൻ ബൈനഹുമാ അബദൻ, 2 ചെറിയ മണികൾ കൊടുത്തിട്ട്, ധാന്യമണികൾ, യവത്തിന്റെ 2 ധാന്യമണികൾ ചെറുത് അവന്റെ കയ്യിൽ കൊടുത്തിട്ട് അത് രണ്ടും കൂട്ടിക്കെട്ടാൻ വേണ്ടി പരലോകത്ത് അവനോട് പറയും. ഒരിക്കലും അവനത് കഴിയില്ല. അത് കഴിയാത്ത കാലത്തോളം അവനെ ശിക്ഷിപ്പിച്ചുകൊണ്ടിരിക്കും എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒരാളെ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടിയോ മറ്റൊന്നും കാണാത്ത സ്വപ്നം നമ്മൾ കണ്ടു എന്ന് ഒരിക്കലും പറയാൻ പാടില്ല എന്നതാണ് ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൂചിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ സൂചിപ്പിക്കാം. ഇനി ഒരു ഹിക്കായത്ത്, നമ്മൾ മങ്കൂസ് മൗലൂദിൽ നിന്ന് ഒരു ഹിക്കായത്ത് ഓതി ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ ഈ ക്ലാസ്സിലേക്ക് ഒരു സഹോദരൻ പലഹാരം തന്നുവിട്ടിട്ടുണ്ട്. അല്ലാഹു തആല എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവരുടെ ആ മുറാദുകൾ വീട്ടിക്കൊടുക്കുമാറാവട്ടെ. നബി തങ്ങളുടെ മേലിലുള്ള ഈ മദഹിന് ശേഷം നമുക്ക് അവർക്ക് വേണ്ടി നമുക്കൊക്കെ വേണ്ടി ദുആ ചെയ്യാം. അടുത്ത ആഴ്ചയും ഒരാൾ തരാം എന്ന് ഏറ്റിട്ടുണ്ട്. പിന്നെ അടുത്ത ആഴ്ച വേറൊരാളും അത് തരാൻ വേണ്ടി മുതിരരുത്. അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാം. ഇൻഷാ അല്ലാഹ് ഈ ഹിക്കായത്ത് കൂടെ ഓതി നമുക്ക് അവസാനിപ്പിക്കാം. بسم الله الرحمن الرحيم. قال ابن إسحاق لما كان اليوم الصابح ذبح عنه جده عبد المطلب وقام بأمره كما يجب ودعا قريشا وأطعمه وأكرمهم. فلما أكلوا قالوا يا عبد المطلب ما سميت ابنك؟ قال سميته محمدا. اللهم صل وسلم وبارك عليه. فقالوا قد رغبت عن أسماء آبائك. قال أردت أن يحمده من على الغبراء محمدا سموا نبي الهدى وهو أحق الناس بالحمد. صلى عليه الله ما أشرقت شمس الضحى في ذلك السعد.
فلما كان وقت ظهور أسراره وإشراك الكون بأنواره بينما آمنة رضي الله عنها في بيتها وحيدة مستأنسة ببركاته وهي فريدة ولم تشر إلا وقد أشرك في بيتها النور وعمها الفرح والسرور وأقبلت الملائكة والحور وحف حجرتها أنواع الطيور وهي تسمع لازدهامهم واحتفالهم بقدوم الحبيب أمسى وكيف لا وسيد العالمين في بيتها أمسى صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد يا ربي صل وسلم إن بيتا أنت ساكنه ليس محتاجا إلى سروج صل رب العالمين على سيد الكونين والسروج وجهك والله حجتنا يوم يأتي الناس بالحجج صل رب العالمين على سيد الكونين والسروج ومريضا أنت زائره قد أتاه الله بالفرج صل رب العالمين على والسرج فاز من قد كنت بغيته وسما في أرفع الدرج صل رب العالمين على سيد الكونين بكريم الجود راحته فكفيت البحر واللجج صل رب العالمين على سيد الكونين أنت منجينا من الحرق من لهيب النار والأجج الله الله ما شاء الله لا قوة إلا بالله ذنبنا ما هي يمنعنا من ذروف الدمع والعجج الله الله ما شاء الله حبكم في قلبنا محو من رائن الذنب والحرج الله الله ما شاء الله لا قوة صبكم والله لم يخب لكمال الحسن والبهج الله الله ما شاء الله لا قوة إننا نرجو لشافعنا لصلاح الدين والنهج الله الله ما شاء الله إلا بالله وهو نجانا من البلوى طيبه في العالم الأرج الله الله ما شاء الله ربي وارزقنا زيارته قبل قبل الروح والخرج الله الله ما شاء الله لا قوة
صلي يا ربي على الهادي لسبيل الحق والفرج الله الله ما شاء الله لا قوة إلا بالله. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. آمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുർറാഹിമീനായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവേ, ഞങ്ങളുടെ ഇവർ ഒരുമിച്ച് കൂടി പറഞ്ഞതിനെയും കേട്ടതിനെയും ചൊല്ലിയതിനെയും നീ കബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഇതെല്ലാം ഞങ്ങൾക്ക് പരലോകത്ത് ഉപകാരമുള്ള ഒരു സൽക്കർമ്മമായി മാറ്റണേ അല്ലാഹുവേ, ഇതൊക്കെ ഞങ്ങൾക്ക് ആഖിറത്തിൽ ഉപകാരമുള്ളതാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഇന്ന് പറഞ്ഞതിൻ്റെ അകത്തുക ഒരാളെയും വെറുക്കാതെ, ഒരാളെയും വെറുപ്പിക്കാതെ, കുറ്റം പറയാതെ, ഒരാളെയും ഇകഴ്ത്താതെ എല്ലാവരെയും സഹോദരന്മാരായി കണ്ട് ജീവിക്കാനാണ്. അങ്ങനെയുള്ള ഒരു മനസ്സ് ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണേ അല്ലാഹുവേ, ഇനി ഒരാളെ കുറ്റം പറയാൻ ഒരുങ്ങുമ്പോൾ ഇന്ന് ഞങ്ങൾ പഠിച്ച കേട്ട ആയത്തുകളും ഹദീസുകളും ഓർമ്മിച്ച് ആ തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ഒരു ഈമാനുള്ള മനുഷ്യന്റെ ഖൽബ് ഞങ്ങൾക്ക് നീ പ്രദാനം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അഫ്വ ചെയ്യണേ അല്ലാഹുവേ, നിന്റെ സജ്ജനങ്ങളിൽ മുത്തഖീങ്ങളിൽ നീ ഇഷ്ടപ്പെടുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഈ ക്ലാസ്സിലേക്ക് വരമുടങ്ങാതെ വന്നിരുന്ന പല ഉമ്മമാരും ഉപ്പമാരും വീടുകളിലും ഹോസ്പിറ്റലുകളിലുമൊക്കെ വിശ്രമിക്കുന്നവരാണ്. അവരുടെ രോഗങ്ങളെ നീ ശിഫയാക്കണേ റഹ്മാനെ. പലരും മരണപ്പെട്ടു പോയി ആറടി മണ്ണിലാണ്. പ്രത്യേകിച്ച് ഈ പള്ളിക്കാടിൽ മറവിട്ട് കിടക്കുന്ന മുഅ്മിനീങ്ങൾ പല പള്ളിക്കാടുകളിലായി ഞങ്ങൾക്ക് ഭക്ഷണം തന്നിരുന്ന, ഞങ്ങൾക്ക് എല്ലാം ഒരുക്കി തന്നിരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടതായ ഉമ്മ ഉപ്പ പലരും ആറടി മണ്ണിൽ ഞങ്ങളെ ദുആ പ്രതീക്ഷിച്ച് കഴിയുകയാണ്. അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ അഫ്വ് ചെയ്യണേ അവരെയും ഞങ്ങളെയും നിന്റെ സ്വർഗത്തിൽ നീ ഒരുമിപ്പിക്കണേ റഹ്മാനെ. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും മരിക്കാനുള്ളവരാ. ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സ്വാലിഹായ മക്കളെ, കുടുംബങ്ങളെ, ആത്മാർത്ഥമായി ഞങ്ങളെ സ്നേഹിക്കുന്നവരെ നീ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് ചീരണി കൊണ്ടുവന്നതായ സഹോദര സഹോദരികൾ, അല്ലാഹുവേ, എന്തുകൊണ്ടാണ് അവർ നൽകിയത് എന്നെങ്കിൽ നിനക്കറിയാം. അവരുടെ ഉദ്ദേശങ്ങൾ എന്താണെന്ന് നിനക്കറിയാം. അവരുടെ മുറാദുകളെ നീ വീട്ടണേ നീ സലാമത്തിലാക്കണേ അല്ലാഹുവേ, ഞങ്ങളെ ദുആനെ നീ കബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ സമ്പാദ്യം ഞങ്ങളെ ശിഷ്യന്മാരാണ്, ശിഷ്യകളാണ്. ദീനിന് ഖിദ്മത്ത് ചെയ്യുന്ന നല്ല മക്കളാക്കി ദുനിയാവിലും ആഖിറത്തിലും മാതാപിതാക്കൾക്ക് ഉസ്താദുമാർക്ക് ഉപകാരമുള്ള നല്ല മക്കളാക്കണേ റഹ്മാനെ. നല്ല മക്കളാക്കണേ അല്ലാഹുവേ, മക്കളുടെ ദുസ്വഭാവം കാരണം പ്രയാസം അനുഭവിക്കുന്ന ഒരു ഉമ്മ പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, ദുഷിച്ച കൂട്ടുകെട്ടിൽ പെട്ടതുപോയ കൊണ്ട് വിഷമിക്കുന്ന ആ ഉമ്മയുടെ ദുആ നീ കബൂലാക്കണേ റഹ്മാനെ. ദുഷിച്ച കൂട്ടുകെട്ടുകളിൽ നിന്ന് മാറി അല്ലാഹുവേ, നിന്നെ കുറിച്ചുള്ള ബോധം ആ മോന്റെ കൽബിലേക്ക് ഇട്ടുകൊടുത്ത് മാതാപിതാക്കൾക്ക് ഉപകാരമുള്ള
ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളുടെ ഓത്തുപള്ളിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പഠിച്ചുപോയ മക്കളെയും എല്ലാവരെയും നല്ല മക്കളാക്കണം റഹ്മാനേ. എവിടെ ഏത് മേഖലയിലെത്തിപ്പെട്ടാലും നിന്നെ മറന്ന് ജീവിക്കുന്നവരിൽ പെടുത്തല്ലേ അല്ലാ. കുറച്ച് മക്കൾ കൂട്ടുകെട്ടുകൾ പെട്ടുകൊണ്ട് ഒഴികേടിലായി ജീവിക്കുന്നവരുണ്ട്. റബ്ബേ, അവരുടെ ഖൽബിൽ നിന്നെ കുറിച്ചുള്ള ബോധം നീട്ട് കൊടുക്കണം റഹ്മാനേ. അല്ലാഹുവേ, ദുനിയാവിൽ ഞങ്ങൾ ജീവിക്കുന്ന കാലം അത്രയും ഇസ്സത്തോടെ ആഫിയത്തോടെ ഒരു കാര്യത്തിലും ഒരാളുടെ മുമ്പിലും തലകുനിപ്പിക്കാതെ കൈനീട്ടാതെ ഇസ്സത്തോടെ ജീവിപ്പിക്കണേ അല്ലാ. അവസാനം മരിക്കുന്ന സമയത്ത് പരിപൂർണ ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിപ്പിക്കണേ റഹ്മാനേ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين بفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.